നമ്മള് മഹാത്മാക്കളെ വിളിക്കുമ്പോ ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മതം എവിടെയൊക്കെ പോയി പറഞ്ഞ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർക്കിന്റെ വാഹകരായിട്ടുള്ള ആളുകൾ ഉടനെ തന്നെ അവിടെ സ്റ്റേജ് കെട്ടി പറയും അള്ളാഹുവിനോട് മാത്രമല്ല പ്രാർത്ഥന, മരിച്ച ആളുകളോടും പ്രാർത്ഥിക്കണം. ഈ അടുത്ത് ഉപ്പളയിൽ നടന്ന ഒരു സമ്മേളനം, അതിൽ പ്രമേയം ഉണ്ടായിരുന്നുള്ള അടിമക്ക് അല്ലാഹ് പോരെ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നുള്ള രൂപത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. ഉടനെ തന്നെ അവിടെ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചുകൊണ്ട് ചില സക്കാഫികൾ, യൂസഫ് സാദി എന്നെ വാട്സപ്പിലൂടെ ഒരു വെല്ലുവിളി വിളിക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് കേട്ടു നോക്കാം. പിന്നെ മുഖത്തിൽ വന്ന് ചോദിക്കാൻ തീരുണ്ട് നമ്മളെ പോലെ ആൺകുട്ടികളെ പോലെ എറണാകുളം വരെ പോയി ഫൈസൽ മൗലവിനോട്ട് മുട്ടായി മര്യാദയ്ക്ക് ചോദിക്കാനുള്ള അവസരം തരും. അപ്പൊ ഇദ്ദേഹം ഷിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് എറണാകുളം വരെ പോയിട്ടുണ്ട്. നിനക്ക് മുഖാമുഖത്തിൽ വന്ന് ചോദ്യം ചോദിക്കാൻ വേണ്ടി ധൈര്യമുണ്ടോ? ഒന്നാമത്തെ ചോദ്യമാണ് അദ്ദേഹത്തിന്റെ. ഞാൻ ഇദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാനും സമസ്തയിൽ നിന്ന് തന്നെ വന്ന ആളാണ്. ഈ അടുത്ത് 2016 എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യാനി പാതിരികള് ഇസ്ലാമിന്റെ സംശയം തീർത്തു കൊടുക്കുന്നുണ്ട്, ഇസ്ലാമിന്റെ സംശയ നിവാരണം ക്രിസ്ത്യൻ പാതിരികളെ അടുത്ത് പോയി നിങ്ങൾ തീർക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി പറയുക? സമാനമാണ് സമസ്തയിലുള്ള ഉസ്താദന്മാർ എന്ന് പറയുന്നത്. ഷഹാദത്ത് അറിയില്ല, അതിന്റെ റുക്കുനുകൾ അറിയില്ല, അതിന്റെ ഷുറൂത്തുകൾ അറിയില്ല, ദീൻ എന്താണെന്ന് അറിയില്ല. ആ ജനങ്ങളെ പറ്റിച്ചിട്ട് 6000 കണക്കിന് ഖബ്ർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട അണികൾ പണിയെടുക്കുന്ന പൈസ ആ നേർച്ചപ്പട്ടയിൽ സ്ഥാപിപ്പിച്ചിട്ട് നിങ്ങൾ എസിന്റെ കാറിൽ വന്ന് ഡ്രസ്സ് ചുളിയാത്ത നല്ല വസ്ത്രവും ധരിച്ച് നിങ്ങൾ അവരെ പറ്റിച്ചിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഈ ആളുകളോട് ചോദിച്ച് സംശയം തീർക്കാനുള്ള ഏത് ഇസ്ലാമിനെ കുറിച്ചിട്ടാണ് ഇവരോട് ചോദിച്ച് സംശയം തീർക്കുക? നിങ്ങളോട് ഒരു ചിന്തക്ക് വേണ്ടിയിട്ട് ഇത് കേൾക്കുന്ന സാധാരണക്കാർ നോക്കൂ, ഇവരുടെ ഒരു വാദം എന്ത്? മരിച്ച ആളുകളോട് എന്ത് ചോദിച്ചാലും കിട്ടും. വല്ലേ നീലത്തിന്നും എന്നെ വീളിപ്പോർക്ക് വായ് കൂടെ മുമ്പ് ഉത്തരം കിട്ടും. ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് ഇവർ എഴുതി വെച്ചതാണ്, ഇവർ പഠിപ്പിക്കുന്നതാണ്, ഇവർ വിശ്വാസമാണ്. അപ്പൊ നിങ്ങൾ എന്തിനാണ് മുഖാമുഖം അവിടേക്ക് ചോദ്യം ചോദിക്കാൻ വാന്ന് ഞങ്ങളോട് പറയുന്നത്? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോരെ? നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഷെയ്ഖ് ജീലാനിയോട് ഈ കാര്യങ്ങളെല്ലാം സംശയമുള്ളതെല്ലാം ചോദിച്ചോ, വായ് കൂടാൻ മുമ്പ് നിങ്ങൾക്ക് ഉത്തരം കിട്ടുമോ? അങ്ങനെ ഉത്തരം കിട്ടും മുസ്ലിയാരെ? അങ്ങനെ പഠിപ്പിച്ചവരെ നോക്കൂ. ഇതുപോലും തിരിച്ചറിയാൻ പറ്റാത്ത അണികളാണ് നിങ്ങളെ കൂടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ പറ്റിക്കുന്നത്. സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങൾ, ഒന്ന് ചിന്തിക്കുക. സമസ്തയിലെ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ പരലോക കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യ ബോധ്യമാകും. അതിനു മുമ്പ് പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കൂ, ആശയം അറിഞ്ഞൊന്ന് വായിക്കൂ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എന്താണെന്നൊന്ന് മനസ്സിലാക്കൂ. ആ സ്വഹാബ കിറാമിന്റെ ജീവിത മാതൃക എന്താണെന്നൊന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കൂ. അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് ഇവർക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.